നിങ്ങളാരെങ്കിലും ജിന്നിന്റെ കല്യാണം കൂടിയിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു കല്യാണം നടന്നിരുന്നു. 1997 കാലഘട്ടം. കുവൈറ്റിലെ പ്രശസ്ത ഗായികയായിരുന്ന നൗറ അൽതഖാദയ്ക്ക് അവിടങ്ങളിലെ കല്യാണ വീടുകളിൽ അവരുടെ ഒരു സംഗീത പരിപാടി ഉണ്ടാകുക പതിവായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നൗറയ്ക്ക് ഒരു കോൾ വരികയാണ്. ദുബായിലുള്ള ഒരു കൊട്ടാരത്തിൽ കല്യാണ സദസ്സിലേക്ക് പാടാൻ നൗറയെ സംഘത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കോളായിരുന്നു അത്. വലിയൊരു തുക തന്നെയാണ് നൗറയ്ക്ക് സംഘത്തിനും അവർ പ്രതിഫലമായി വാഗ്ദാനം ചെയ്തത്. അങ്ങനെ കല്യാണ ദിവസം നൗറയും സംഘവും അവർ പറഞ്ഞ കൊട്ടാരത്തിൽ എത്തി. വളരെ മനോഹരമായി അലങ്കരിച്ച ആ കൊട്ടാരത്തിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. വിവാഹ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് എല്ലാവരും വളരെ സന്തോഷത്തിലുമായിരുന്നു. വളരെ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം തന്നെയാണ് നൗറയ്ക്ക് സംഘത്തിനും അവിടെ ലഭിച്ചത്. സദസ്സിലെത്തിയ നൗറ ഗാനം ആലപിക്കാൻ തുടങ്ങി. പാട്ടിന്റെ ലഹരിയിൽ എല്ലാവരും മതിമറന്നു. ചില ആളുകൾ സംഗീതത്തിന്റെ ഒപ്പം നൃത്തം ചെയ്യാനും തുടങ്ങി. സമയം അങ്ങനെ മുമ്പോട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് പാടുന്നതിനിടയിൽ നൗറ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവിടെ നൃത്തം ചെയ്യുന്ന അതിഥികളുടെ മുഖഭാവത്തിൽ ചില മാറ്റങ്ങൾ. മാത്രമല്ല, അവരുടെ കാലുകൾ മനുഷ്യന്റെ കാലുകളായിരുന്നില്ല, മറിച്ച് മൃഗങ്ങളുടെ കാലുകളായിരുന്നു. സദസ്സിന്റെ ആ അന്തരീക്ഷം തന്നെ മാറിക്കൊണ്ടേയിരുന്നു. നൗറ മാത്രമല്ല, കൂടെയുണ്ടായിരുന്ന സ്ത്രീകളും ഇത് കാണുന്നുണ്ടായിരുന്നു. പേടിച്ചേരേണ്ട നൗറയും സംഘവും ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവിടെ നിന്നും ജീവനം കൊണ്ടോടി. എന്നാൽ കഥ അവിടം കൊണ്ടും തീർന്നില്ല. പിറ്റേന്ന് രാവിലെ അവർ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. 10 വർഷമായി ആരും താമസിക്കാത്ത ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പഴയ വീടായിരുന്നു അത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഇന്നും ആർക്കും അറിയില്ല. നൗറ അൽതഖാദയുടെ ജീവിതത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവം എന്ന നിലയിലാണ് ഈ കഥ പ്രചരിക്കുന്നത്. ഇതൊരു സത്യസന്ധമായ സംഭവമായി പലരും കരുതാറുണ്ടെങ്കിലും 90കളിൽ ഒരു മാഗസീനിൽ പ്രസിദ്ധീകരിച്ച ഒരു കഥയാണിതെന്നും ഇതിന് ഔദ്യോഗികമായ തെളിവുകളൊന്നുമില്ലെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സത്യത്തിൽ പറഞ്ഞാൽ ഇതൊരു കെട്ടുകഥയാണ്.